നമസ്കാരം. വാമദേവ ഋഷി, പംക്തിചന്ദ, സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. 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 വാമദേവ ഋഷി, പംക്തിചന്ദ, സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരുവേ ദേവ സർവകാര്യേഷു സർവദാ. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാമതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപരമ്പരയുടെയും ഗുരുനാഥന്റെയും അനുഗ്രഹത്തോടുകൂടി തുടങ്ങും. നമ്മുടെ ക്ലാസ് ശ്രീവിദ്യ ഉപാസനയാണ്. പലരും നേരത്തെ തുടങ്ങിയ ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്, പുതിയതായിട്ടുള്ള ആളും ഉണ്ട്. ഈ ലോകത്തെ സനാതനധർമ്മത്തിന്റെ അകത്തുള്ള ഏറ്റവും ഉയർന്ന ഉപാസനാ മാർഗമാണ് ശ്രീവിദ്യ ഉപാസന. നമുക്കറിയാം, ഭാരതത്തിന്റെ അകത്തും പുറത്തുമുള്ള പല പ്രഗത്ഭന്മാരും വലിയ വലിയ ആളുകളും മുമ്പ് കാലങ്ങളിൽ രഹസ്യമായി, ഇപ്പൊ കുറച്ചൊക്കെ പരസ്യമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപാസനാ സമ്പ്രദായമാണിത്. മുമ്പ് വളരെ രഹസ്യമായിരുന്നു. ആ ഒരു ഉപാസനാ സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ നല്ല ഗുരുനാഥന്റെ ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്നത്, ഉയർന്നു വരുന്നത്, പഠിച്ചു വരുന്നത്, സാധന ചെയ്തു വരുന്നത്. അപ്പൊ ഗുരുനാഥൻ എപ്പോഴും പല ഇതിന്റെ ശാസ്ത്രവശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ പരിണാമവും താൻ തന്നെയാണ്, ബ്രഹ്മാണ്ടത്തിന്റെ കൊച്ചു പുകർപ്പാണ് പിണ്ടാണ്ടവും, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെങ്ങനെ ഉറപ്പിക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമ്മളെ സിലബസ് അനുസരിച്ചിട്ടുള്ളത്? ഗുരുവിൽ നിന്ന് തുടങ്ങി ഗുരുവായി തീരുന്നതാണ് ശ്രീവിദ്യ. ഗുരുവിൽ നിന്ന് തുടങ്ങി എന്ന് പറയുമ്പം സാധാരണ ഒരു ഗുരുവിൽ നിന്ന് തുടങ്ങി ആ ഗുരുവിലൂടെ തൻ്റെ ഉള്ളിലെ ഗുരുവിനെ കണ്ടെത്തുകയും പ്രപഞ്ചത്തിന്റെ ഗുരുവായി മാറുകയും ചെയ്യുന്നതാണ്. പ്രപഞ്ചത്തിന്റെ ഗുരുവാരാ? സാക്ഷാൽ പരമേശ്വരൻ, അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ്, ശുദ്ധ ചൈതന്യം. വിവിധ സമ്പ്രദായങ്ങൾ അതിന് പല പല പേരുകൾ പറയും. പക്ഷെ നമ്മുടെ താന്ത്രിക സമ്പ്രദായത്തിൽ, ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ അതിന് ശുദ്ധ ചൈതന്യം, ശിവം എന്നാണ് പറയാം. അപ്പൊ ആയിത്തീരല. ആയിത്തീരുമ്പോ അവിടെ രണ്ടില്ല, ഒന്നുള്ളൂ. അതിനെ അറിയുമ്പം രണ്ടുണ്ടാവും. അതും ഉണ്ടാവും, അറിയുന്നവനും ഉണ്ടാവും. ആയിത്തീർന്നാലോ അതാണ്, പിന്നെ അവിടെ രണ്ടില്ല, ഒന്നുള്ളൂ. ആ 108 1, 108 എന്ന് പറയുന്നത് ആ 108 ഒന്നേ പിന്നെ ബാക്കിയുണ്ടാവും. അങ്ങനെ ഗുരുവിൽ നിന്ന് തുടങ്ങി ശിവ പഞ്ചാക്ഷരി മന്ത്രം സാധനയിലൂടെ വളർന്ന് ഇരുത്തം വന്ന് വൈദിക ഗായത്രി ജപത്തിലൂടെ, വൈദിക സന്ധ്യാവന്ദനത്തിലൂടെയും 7 പടിയും കടന്ന് മുകളിലെത്തി അവിടെ സാക്ഷാൽ
ഗുരുത്രയം സ്വീകരിച്ച് ഗുരുപദേശത്തോടു കൂടി ഗണപതി ഉപാസനയും തുടങ്ങി അങ്ങനെ മഹാഗണപതിയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. അവിടെ നിന്ന് അങ്ങോട്ട് ബാല, പാരാഹി, മാതങ്കി, നവാക്ഷരി, പാരാഹി, പഞ്ചദശി, ഷോഡശി, മഹാഗുരുവാതകം, പര, കാമകല എന്ന് പറഞ്ഞ വലിയൊരു ഒരു സംഗതി കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പടി വെച്ചിട്ടുള്ളൂ. ആ ഒന്നാമത്തെ പടി നമ്മൾ ആദ്യം ഉറപ്പിക്കണം. പാതുക നമ്മളെ തറ നന്നായാലുള്ളൂ അതിന്റെ പേരല്ലേ നമുക്ക് കെട്ടിപ്പടുത്താൻ പറ്റുള്ളൂ. അപ്പൊ തറ സ്ട്രോങ് ആക്കണം ആദ്യം തന്നെ. ആ തറ സ്ട്രോങ് ആക്കാൻ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ നിത്യാനുഷ്ഠാനങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും ചിട്ടയായിട്ടും ചെയ്യാം. ഗുരുനാഥൻ പറഞ്ഞു തരുന്നതുപോലെ പഞ്ചാക്ഷരി തമം 1008 പ്രാവശ്യം ജപിക്കാൻ പറഞ്ഞത് ജപിക്കുക. അതേപോലെ ഏറ്റവും പ്രധാനമാണ് ആ ഗായത്രി ജപസാധന, വൈദികമായിരിക്കുന്ന ഗായത്രി ജപസാധന. അതായത് ദീർഘപ്രണവും ഗായത്രി ജപവും വീണ്ടും അനുസ്വാര പ്രണവും അതിനുശേഷമുള്ള 7 ആ പ്രദക്ഷിണവും എന്നിട്ട് ആ ധ്രുവാസി പറഞ്ഞിരിക്കലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അറിയാം നിങ്ങൾ പലരും ആ സമയത്ത് എന്താണ് അനുഭവിക്കുന്നതെന്ന്. പലർക്കും അനുഭവം ഉണ്ടാവും. ആ 108 പ്രണവജപം തന്നെ വളരെ മാറ്റമുണ്ടാവും. അതേമാതിരി ഗായത്രിയുടെ മന്ത്രസ്പന്ദനങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്പന്ദിക്കുന്നത് എന്നുള്ള കിട്ടിയിട്ടുണ്ടാവും. ഗുരുനാഥൻ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള ആ 108 അനുസ്വാര തുടങ്ങുന്ന സമയത്ത് 108 ആളെ ക്ലാസ്സിലുണ്ടായിരുന്നു, 120. എന്തുകൊണ്ടാണ് 108 വരുന്നത്? അതിന്റെ പ്രാധാന്യം എന്താ? ഈ രീതിയിൽ 108 പ്രണവവും 108 ഗായത്രിയും 108 പ്രണവവും ജപിച്ചു കഴിഞ്ഞാൽ അഗ്നിമണ്ഡല, സൂര്യമണ്ഡല, സോമമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ശുദ്ധീകരണവും ചൈതന്യവൽക്കരണവും ഊർജവൽക്കരണത്തിലൂടെ മുഴുവൻ നാഡികൾ മുഴുവനും, സപ്തനാഡികളും അതിനോട് ബന്ധപ്പെട്ട ആധാരചക്രങ്ങളും എല്ലാത്തിൻ്റെയും അടഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾ അങ്ങോട്ട് തുറക്കും. നാഡിയിലൂടെയുള്ള ഊർജപ്രവാഹം കറക്റ്റ് ആവും. നാഡി എന്ന് പറഞ്ഞാൽ നരമ്പല്ല കേട്ടോ. ശരീരത്തിലെ സൂക്ഷ്മ ശരീരത്തിലൂടെ ഊർജത്തിന്റെ പ്രവാഹം നടക്കുന്ന വഴിയാണ്, അല്ലെങ്കിൽ ആ ഒരു പാതയാണ് നാഡി എന്ന് പറയുന്നത്. ആ നാഡീകളൊക്കെ അങ്ങോട്ട് ബ്ലോക്ക് ഒക്കെ ഓപ്പൺ ആവും. അങ്ങനെ ചെയ്തതിന് ശേഷം മറ്റേതൊരു മന്ത്രവും ഒരു പ്രാവശ്യം ജപിച്ചാൽ അതിന് 108 പവർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഷാജിയേട്ട ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി പറഞ്ഞിട്ട് നാളെ മുതൽ നിർത്തിക്കളരുതേ. ബാക്കിയുള്ള മന്ത്രങ്ങളൊന്നും 444 ഗണപതി ജപിക്കാൻ പറഞ്ഞാണ്, അത് കുറയ്ക്കരുതേ. അതെങ്ങനെയാണ് അത് വരാൻ കാരണം നിങ്ങൾക്കറിയാം. ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ പ്രണവം മൂലാധാരം മുതൽ അനാഹതം വരെയുള്ള അഗ്നിമണ്ഡലത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്നും, രണ്ടാമത്തെ ഗായത്രി മന്ത്രം അനാഹതം മുതൽ ആജ്ഞ വരെ സ്വാധീനിക്കുന്നതും, മൂന്നാമത്തത് ആജ്ഞ മുതൽ സഹസ്രാരം വരെയുള്ള ചന്ദ്രമണ്ഡലം സ്വാധീനിക്കുന്നതും ഒക്കെ ഗുരുനാഥൻ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ അഗ്നിമണ്ഡലത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പഞ്ചാഗ്നി മധ്യ തപസ് ചെയ്താൽ നമ്മൾ പാട്ടിട്ടില്ലെങ്കിൽ മറ്റു മോഹൻലാൽ പാടുന്നത്, ആ 5 അഗ്നികൾ നമ്മളെ ശരീരത്തിലുണ്ട്. പക്ഷെ അത് തീ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഷ്മാവ് അല്ലെങ്കിൽ ചൂട്, അല്ലെങ്കിൽ ആ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഫോംസ് ഉണ്ട്. അഗ്നി ദഹനാഗ്നി ഉണ്ട്, കാമാഗ്നി ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള അഗ്നി ഉണ്ട്. ഈ അഗ്നികൾ മുഴുവനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അഗ്നിമണ്ഡലത്തിൽ നിന്നാണ്, ശരീരത്തിൽ. അവിടെ നിന്നാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും അത് പടരുക അല്ലെങ്കിൽ വ്യാപിക്കുക. അതുകൊണ്ടാണ് പണ്ട് നമ്മള് തറവാട്ടുകളിലൊക്കെ പ്രായമുള്ള ആളുകൾ മരിക്കാനാകുന്ന സമയത്ത് വന്നിട്ട് കാല് തൊട്ടു. അപ്പൊ കാല് തണുത്ത് അങ്ങനെ അങ്ങനെ ഊഷ്മാവ്, ശരീരത്തിന്റെ ഊഷ്മാവ് പോകുന്നതിനനുസരിച്ചിട്ട് വൈദ്യർ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഡോക്ടർ പറയും ഇത്ര മണിക്കൂറും കൂടെ കഴിയുമ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ ഈ അഗ്നിയാണ് ഈ അഗ്നിമണ്ഡലത്തിൽ നിന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതും ഈ അഗ്നിയെ ജ്വലിപ്പിക്കുകയും ഇതിനെ ശരീരം മുഴുവനും വ്യാപിപ്പിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുകയാണ് ആദ്യത്തെ ഓങ്കാര ജപത്തിലൂടെ നടക്കുന്നത്. സൂര്യമണ്ഡലം നമുക്കറിയാം, അനാഹതം മുതൽ ആജ്ഞ വരെ ഉള്ള ഭാഗങ്ങളിലുള്ള വൈബ്രേഷനും അത് ശരീരം മുഴുവനും സൂര്യന്റെ ചൈതന്യം കൊണ്ട് പ്രകാശിപ്പിക്കുക. ഈ ഭാഗത്താണ്, സൂര്യമണ്ഡലത്തിലാണ് വായുവിന്റെ പ്രവർത്തനം, ഹാർട്ടിന്റെ പ്രവർത്തനം, ലങ്സിന്റെ പ്രവർത്തനം. ഈ പ്രവർത്തനങ്ങളൊക്കെ വരുന്നതും ഇന്ദ്രിയങ്ങൾ മുഴുവനും ആജ്ഞയുടെയും കണ്ണും മൂക്കും ചെവിടും ഒക്കെ വരുന്നത് സൂര്യമണ്ഡലത്തിലാണ്. അതേപോലെ സോമമണ്ഡലത്തിലും. സോമമണ്ഡലം അറിയാലോ, ചന്ദ്രമണ്ഡലം, മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. ഈ മെന്റലാകുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലേ വാവെടുക്കുമ്പോൾ പ്രശ്നമാണ്. അതേപോലെ ആ അനുസ്വാര പ്രണവം കൊണ്ട് ആ പ്രദേശങ്ങളും സഹസ്രാരവും അതേപോലെ ആജ്ഞാചക്രവും, അതേപോലെ ഓരോ മണ്ഡലത്തിൽ അതാത് ആധാര ചക്രങ്ങളും ആ ആധാര ചക്രങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന നാഡീവ്യൂഹങ്ങളും മുഴുവനും ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്, അതിന്റെ ബ്ലോക്കുകളൊക്കെ നീക്കം നീങ്ങുന്നത് കൊണ്ടാണ് ഈ ക്രമത്തിൽ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റേത് മന്ത്രം ജപിച്ചാൽ അതിന് ഭയങ്കര പവർഫുൾ ആയി. തന്റെ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധമായിട്ടും ഈ 3 സംഗതി ഒഴിവാക്കരുത്. അത് കഴിഞ്ഞിട്ടോ എണീറ്റ് നിന്നിട്ട് ഇന്ദ്രായനോ പ്രച്ഛേദിശേതമാന്ന് കഴിഞ്ഞ ശേഷം ഭൂർ ഭുവസ് ചുറ്റുന്നില്ലേ, അത് ശരിക്കും ഒരു സ്ക്രൂ കയറുന്ന പോലെ മൂലാധാരത്തിൽ നിന്ന് ഊർജം കറങ്ങി 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 സഹസ്രാരത്തിലെത്തും. ഏതിലൂടെ? ഈ നാഡീവ്യൂഹങ്ങളിലൂടെ. അത് സഹസ്രാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ധ്രുവാസി പറഞ്ഞ അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് സയൻസിൽ ഇരുന്നാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാം, പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ പറ്റും. അവിടെ ഗുരുത്വം അല്ലെങ്കിൽ ആ ഗുരുപരമ്പരയിൽ നിന്ന് വരുന്ന ചൈതന്യത്തിന്റെ പ്രവാഹം സഹസ്രാരത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു ഒഴുക്കിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞ് ശരീരം മുഴുവൻ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്, ഇങ്ങനെ കണ്ണ് മൂക്ക് ചെവിടൊക്കെ ഇവിടെയൊക്കെ തൊടുത്തു ഇങ്ങനെ എന്തോ ഒരു സാധനം നിറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ 108നും ഭയങ്കര പ്രാധാന്യമുണ്ടേ. നമ്മുടെ ശരീരത്തിൽ 108 മർമ്മങ്ങളാ, 108 ഊർജ കേന്ദ്രങ്ങളാണ്. ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും ഈ 108 ഒരു 108 ഒന്നിൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക് ഇങ്ങനെ അതിന്റെ ചൈതന്യം ഇങ്ങനെ പ്രഹരിച്ച് 108 പ്രാവശ്യം ജപിക്കുമ്പോഴത്തേക്ക് ശരീരം മുഴുവനും തരംഗരൂപിതമാവും. അത് മാത്രമല്ല, ശരീരം ബ്രഹ്മാണ്ടത്തിന്റെ കൊച്ചു പകർപ്പായ പിണ്ടാണ്ടമാണ്. ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാകുന്നു, ഏതെല്ലാം ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നു, അത് മുഴുവനും പിണ്ടാണ്ടത്തിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ നിയന്ത്രിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന 9 ഗ്രഹങ്ങളാണ്, നവഗ്രഹങ്ങൾ. ഈ നവഗ്രഹങ്ങള് സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടാണ് ശാസ്ത്രം. പക്ഷെ ഈ ഓരോ ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആകർഷണവും വികർഷണവുമായിരിക്കുന്ന എനർജി നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രന്റെ വാവടിക്കുമ്പം മാനസിക വിഭ്രാന്തി, ഒരു മാനസിക രോഗി കൂടുന്ന പോലെ തന്നെ
ശരീരത്തിന്റെയും മനസ്സിന്റെയും സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ ഈ ഗ്രഹങ്ങളുടെ സ്പന്ദനങ്ങളും അതിന്റെ ആകർഷണ വികർഷണ ശക്തികളും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അവിടുന്ന് വരുന്ന റേസും അവിടുന്ന് വരുന്ന ലൈറ്റും അവിടുന്ന് വരുന്ന എനർജിയും ഒക്കെ. സൂര്യന് 12 രാശിയാണുള്ളത്. ഇത് 9 ഗ്രഹങ്ങളിലൂടെയാണ് ഈ ചൈതന്യം പ്രവഹിക്കുന്നത്. 9 പെരുക്കണം 12 108ആണ്. അപ്പൊ 108 പ്രാവശ്യം ജപിക്കുന്ന സമയത്ത് ഈ ഊർജപ്രവാഹം നമുക്ക് അബ്സോർവ് ചെയ്യാനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരു സാധകന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ വാതിലുകളും, നാഡികളുടെ തടസ്സങ്ങളും സൂക്ഷ്മ സ്ഥൂല കാരണങ്ങളുടെ തടസ്സങ്ങളും നീങ്ങി കിട്ടും. ഈ സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിലാണ് നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഗുണവും ദോഷവും ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അച്ഛനും അമ്മയും ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ അച്ഛന്റെ പരമ്പരയും അമ്മയുടെ പരമ്പരയും തന്റെ പൂർവ്വജന്മത്തിന്റെ അങ്ങനെ 7, 7, 7, 21 വരം രീതിയിൽ വരുന്ന മുഴുവൻ ഗുണങ്ങളും ദോഷങ്ങളും ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡിപ്പോസിറ്റ് ഈ ശരീരത്തിൽ തന്നെ വന്ന് വീഴാനുള്ള കാരണവും ഈ കർമ്മത്തിന്റെ ഫലവും ഈ ഗ്രഹങ്ങളുടെ ചലനവും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തിൽ. ഇവിടെയാണ് 108 പ്രാവശ്യം ഗുരുനാഥൻ ജപിക്കാനുള്ള പറയാനുള്ള കാരണം. കഴിഞ്ഞില്ല. ചന്ദ്രന് 4 പാദങ്ങളാണ്. ചന്ദ്രൻ ബന്ധപ്പെട്ടിരിക്കുന്നത് 27 നക്ഷത്രങ്ങളോടാണ്. ഈ 27 നക്ഷത്രങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജന്മനക്ഷത്രം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നുണ്ട്. മറ്റു നക്ഷത്രങ്ങളൊക്കെ നമ്മളെ ഓരോ നിമിഷവും നമ്മുടെ ചലനത്തിൽ അതിന്റെ രശ്മികളുടെയും അതിൽ നിന്ന് വരുന്ന കെമിക്കൽസും അതേപോലെ ഊർജങ്ങളും ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ 4 × പെരുക്കണം 27 108ആണ്. അതേപോലെ കുറെ കാരണങ്ങളുണ്ട്. 108നുള്ള കുറെ കാരണങ്ങളുണ്ട്. സൂര്യന്റെ സെക്കംഫറൻസോ ഡയാമീറ്റർ ഇൻറ്റു 108ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം. അതേമാതിരി ചന്ദ്രന്റെ ഡയാമീറ്റർ ഗുണിക്കണം 108ആണ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം, നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലേക്കുള്ള ദൂരം. ബ്രഹ്മാണ്ടമായിരിക്കുന്ന കൊച്ചു പകർപ്പാണ് പിണ്ടാണ്ടം. അപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ ഈ ശരീരത്തിന് ഈ ഒരു ആകൃതി കിട്ടിയ തന്നെ ആ മഹാസ്ഫോടനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന വർഷങ്ങളോളം എടുത്തിരിക്കുന്ന പരിണാമം, ആ പരിണാമത്തിന്റെ ഭാഗമാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന രശ്മികളും ഊർജ തരംഗങ്ങളും അതിന്റെ മറ്റെല്ലാ വേവ്സും എനർജിയും ഒക്കെ വന്നിട്ടാണ് നമുക്ക് ഈ ഒരു തലയും കണ്ണും മൂക്കും 2 കാലിന്റെ മേലെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഇതൊന്ന് അൺബാലൻസ് ആയാൽ, ഒന്ന് തെറ്റിയാൽ വീണു. അത് കറക്റ്റ് ആക്കാനാണ് ഈ അഗ്നി സൂര്യ സോമ മണ്ഡലങ്ങളിലൂടെ ഈ 108 ജപങ്ങൾ വീതം നടത്തി ശ്രീവിദ്യയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പാത്രമാകുന്ന തന്നെ ശുദ്ധീകരിക്കുന്നത് ഗുരുനാഥൻ. ഒരു പാത്രമാണ്, നമ്മളൊരു പാത്രമാണ്. ആ പാത്രത്തിൽ എല്ലാ സാധനവും കിടക്കുന്നുണ്ട്. പൂർവജന്മത്തിന്റെ കർമ്മഫലങ്ങളും പിതൃക്കളുടെ കർമ്മഫലങ്ങളും ഇപ്പൊ ചെയ്യുന്ന കർമ്മഫലങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഈ പാത്രം ഒരു ഡിഷ് വാഷ് ആകുന്ന മന്ത്ര പ്രാണായാമ സ്പന്ദനങ്ങളിലൂടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിച്ചെടുത്ത പാത്രത്തിലേക്കാണ് നല്ല അമൃതാകുന്ന പായസമായിരിക്കുന്ന ശ്രീവിദ്യ ഗുരുനാഥൻ തരിക.
പാത്രം കേടാക്കി വെക്കാൻ പാടുണ്ടോ? പാത്രം കേടായ പാത്രത്തിലേക്ക് പാൽപ്പായസം വെച്ചിട്ട് എന്താ കാര്യം? അത് ശുദ്ധീകരിക്കേണ്ട ധർമ്മം നമ്മുടേതാണ്. അത് നമ്മള് മടിയില്ലാതെ അലസതയില്ലാതെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എങ്കിലേ ഈ മാർഗത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഈ മാർഗത്തിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. കേവലം ഒരു പൂജ പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിലൊരു വിളക്ക് കത്തിക്കുക എന്ന് വേണ്ടിയിട്ടല്ല ഗുരുനാഥൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ശാസ്ത്രമാണ് ശ്രീവിദ്യ. ആ ശ്രീവിദ്യ നിങ്ങളെ പഠിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ്. ഇത്രയും സയന്റിഫിക് ആയിട്ട് നിങ്ങളിലേക്ക് ഒഴുക്കിത്തരുന്നത് ഓരോ കാര്യവും. മുമ്പും ഋഷീശ്വരന്മാര് തന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഈ നൂറ്റത്തിന്റെ കണക്കും സൂര്യന്റെ ഡയാമീറ്ററും അവിടെ ഇത്ര ദൂരം ഉണ്ടെന്നും കണ്ടുപിടിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് ഇന്ദ്രിയങ്ങൾ മുഴുവനും പുറത്തേക്കാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും മുഴുവനും പുറത്തേക്കാണ്. ഭാരതീയ പൗരാണിക ശാസ്ത്രം മുഴുവനും അതിന്റെ ഗവേഷണവും കണ്ടുപിടുത്തങ്ങളും ഉള്ളോട്ടായിരുന്നു. ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. കാരണം ബ്രഹ്മാണ്ടത്തിന്റെ കൊച്ചു പകർപ്പായ പിണ്ടാണ്ടത്തിൽ ഇല്ലാത്ത സാധനമില്ല. സർവ ജ്ഞാനവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താണ്, ഒക്കെ അടഞ്ഞു കഴിയുമ്പോ വർഷങ്ങളോളമുള്ള അടിമത്തത്തിന്റെ കൊണ്ടും കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ടും പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങള് കൂടുതൽ ആക്റ്റീവ് ആവുകയും അകത്തേക്കുള്ള കാര്യങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് സാധന വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ. അതേപോലെ മറ്റെല്ലാ കാര്യങ്ങളും, മറ്റ് ജപങ്ങൾ വരുന്ന സമയത്ത് അംഗന്യാസം, ഋഷി, ഛന്ദസ്, ദേവത, അംഗന്യാസം, കരന്യാസം, മാനസപൂജ, ഇതിന്റെ പിന്നിലൊക്കെ വലിയ സയൻസ് ഉണ്ട്. വെറുതെ നമ്മൾ ജപിച്ചാൽ പോരെ. എന്തിനാ വെറുതെ എങ്ങനെയൊക്കെ സമയം കളയുന്നത്? അല്ല, സൂക്ഷ്മതരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ തന്നെ അറിയാനും ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിയാനും സൂക്ഷ്മമായുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ആചാര്യന്മാര് ഇത്രയും ചിട്ടയോടുകൂടി വ്യവസ്ഥയോടുകൂടി ആക്കി വെച്ചത്. നമ്മള് കരന്യാസം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. കരന്യാസം ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടി മുതൽ വിരൽ വരെ സ്പന്ദിക്കുന്നുണ്ട്. ഓരോ വിരലും ശരീരമാണ്. അപ്പൊ അടി മുതൽ താഴെ വരെ വരുന്ന സമയത്ത് ഒരു വിരല് ഒരു ശരീരത്തിന്റെ പൂർണ്ണ സ്പന്ദനം അഗ്രം മുതൽ ഇതുവരെ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കാണ് മൂലാധാരം വരുന്നത്. അപ്പം ഏറ്റവും താഴെ നിന്ന് തുടങ്ങുന്നത് എന്താണ്? പാദം മുതൽ തുടങ്ങണം. 7 ലോകം മുകളിലേക്കും 7 ലോകം താഴത്തേക്കും ഉണ്ട്. അതളം, വിതളം, സുതളം, തളാതളം, പാതാളം എന്നിട്ട് 7 ലോകങ്ങൾ താഴോട്ടുണ്ട്. ഭൂവസ്വ, മഹാജന, തപ, സത്യ 7 ലോകം മുകളിലേക്കുണ്ട്. അപ്പൊ അങ്ങ് ഏറ്റവും അടി മുതൽ പാതാളം മുതൽ സഹസ്രാരം വരെ പിണ്ടാണ്ടത്തിലും ബ്രഹ്മാണ്ടത്തിലും സ്പന്ദനം ഉണ്ടാകാൻ, ശുദ്ധീകരിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതേസമയത്ത് മാനസപൂജ ചെയ്യുമ്പം പകുതി തുടങ്ങുന്നത്. എന്തുകൊണ്ടാ? മൂലാധാരത്തിലാണ് പൃഥ്വിതത്വം. 5 സാധനം കൊണ്ടല്ലേ പൂജ. ജലഗന്ധ പുഷ്പ ധൂപദീപം കൊണ്ടല്ലേ. പൃഥ്വി, ജല, അഗ്നി, വായു അല്ലേ ആകാശം. അതുകൊണ്ട് എന്ത്, മധ്യത്തിൽ മൂലാധാരം മുതലാണ് സ്പന്ദനം വരുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ദിഗ്ബന്ധനത്തിന്റെയും
എല്ലാ കാര്യങ്ങളും ഗുരുനാഥൻ പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് ടൈം കോൺഷ്യസിനെയും സ്പേസ് കോൺഷ്യസിനെയും മറികടക്കേണ്ടത്. ശ്രീവിദ്യയിലേക്ക് മുന്നോട്ട് പോകുമ്പം അതിൻ്റെ അകത്ത് 6 പാരായണങ്ങളിൽ ഒന്ന് ഘടികാപാരായണം എന്ന് പറഞ്ഞൊരു പാരായണം ഉണ്ട്, നിത്യം അനുഷ്ഠിക്കണ്ടേ. അത് പഞ്ചദശിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പഠിപ്പിക്കും. നാഥപാരായണവും ഘടികാപാരായണവുമാണ് ഏറ്റവും രാവിലെ ചൊല്ലേണ്ടത്. ചെറിയ മന്ത്രങ്ങളാണ്. ആ ഘടികാപാരായണം ആകെ 60 മന്ത്രമുള്ളൂ. 60 ഘടികകൾ. ഘടിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റിനെ വീണ്ടും ചെറുതാക്കുന്ന സമയത്ത് അത് 60 ഘടിക, 60 സെക്കൻഡ്. ആ 60 ഘടികയെ പോലും എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന്, സമയപരിധിയെ എങ്ങനെയാണ് ഘടികയിലൂടെ മറികടക്കേണ്ടത് എന്ന് ശ്രീവിദ്യയിലുണ്ട്. അത്രയും ഓരോ ഘടിക എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടാണ് എവിടെ തീരണം എന്ന് പോലും ഘടികാപാരായണത്തിൽ വിശദമായിട്ട് സാധനയിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാനും അനുഷ്ഠിക്കാനും പറ്റും. തത്വപാരായണം പഠിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉള്ള തത്വങ്ങൾ മുഴുവനായി. ആകെ 36 മന്ത്രമുള്ളൂ. പക്ഷെ അത് നിരന്തരം സാധന ചെയ്ത് മുന്നോട്ട് ചെയ്യുന്ന സമയത്താണ് ഈ പ്രപഞ്ചം എങ്ങനെയാണ് പരിണമിച്ച് ഞാനായി തീർന്നതെന്നുള്ള തത്വം മുഴുവനും നിങ്ങൾക്ക് പഠിക്കാതെ പഠിച്ചുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കും. അവിടെ പഠനമില്ല, അനുഭവിക്കാൻ. അനുഭവത്തിലൂടെ അത് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നീട് തെളിഞ്ഞു വന്ന സാധനം പുസ്തകം വായിച്ചാൽ കാണാം, പുസ്തകത്തിൽ പിന്നെ കാണാൻ സാധിക്കും. കാരണം എന്താ? ബ്രഹ്മാണ്ടത്തിലുള്ളത് മുഴുവനും നിങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഹൃദയാധിന്യാസം ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ്. ഭയങ്കര സയൻസ് ഉണ്ട്. ഹൃദയായ നമ ശിരസേ ശ്വാസിക വെറുതെ ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകല്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വലുപ്പം. ഒരു 10 മിനിറ്റ് മുറുക്കി പിടിച്ചാൽ ഹൃദയത്തിന്റെ സ്പന്ദനം കൈയിൻ്റെ ഉള്ളിൽ ഡും 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 എന്ന് അടിക്കും. അതാണ് ഹൃദയന്യാസം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഓരോ ന്യാസത്തിനും, ശിഖയ്ക്കും കവചത്തിനും ഒക്കെ അതിന്റെ പിന്നിൽ വലിയ സയൻസ്. ഇത് മുഴുവനും ചെയ്യുന്നത് സ്വയം താൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയാൻ, തന്നെ തന്നെ പരീക്ഷണ വസ്തുവായി കീറി മുറിച്ച് പഠിക്കുന്നതാണ് ശ്രീവിദ്യ. മുഴുവൻ ശാസ്ത്രവും ഇതിൻ്റെ അകത്തുണ്ട്. വെറും ഒരു പൂജയല്ല, വെറും ഒരു മന്ത്രജപമല്ല. ആയുർവേദം മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പം യോഗിനി ന്യാസം പോലുള്ള ന്യാസങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതേത് ദേവതകളാണ്, ഏതേത് യോഗിനികളാണ് ശരീരത്തിന്റെ ഓരോ ധാതുവിനെയും എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, അതിനുവേണ്ടി ഏതെല്ലാം അക്ഷര സ്പന്ദനങ്ങളാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്നൊക്കെ പഠിക്കാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യാനുണ്ട്, പഠിക്കാനല്ല, പ്രാക്ടീസ് ചെയ്യാനുണ്ട്, പരിശീലിക്കാനുണ്ട്. ജ്യോതിഷം, ലഘുഷോടന്യാസം വരുന്ന സമയത്ത് ഗണേശൻ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും രാശിനിയും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ടത്തിലുണ്ടാകുന്ന ചൈതന്യത്തിന്റെ പ്രവാഹം, രാശിയുടെയും ഗ്രഹങ്ങളുടെയും നീക്കങ്ങളൊക്കെ തൻ്റെ പിണ്ടാണ്ടമാകുന്ന ശരീരത്തിൽ അതിന്റെ ഈ യാത്ര, അതിന്റെ പാത്തുണ്ട്. ആ പാത്തിലേക്ക് ഓരോ ഗ്രഹങ്ങളുടെ, നക്ഷത്രങ്ങളുടെയും രാശികളുടെയും സ്പന്ദനത്തെ മന്ത്രരൂപത്തിൽ, മുദ്രാരൂപത്തിലും ശരീരത്തിന്റെ വിവിധ സ്ഥാനത്ത് ന്യസിക്കണം. അങ്ങനെ ന്യസിച്ച് പുറത്തുള്ള ഗ്രഹങ്ങളുടെ ചൈതന്യം തൻ്റെ ഉള്ളിൽ, അത് എതിരെ പോയാലും തൻ്റെ ഉള്ളിൽ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാള് ജ്യോത്സ്യരിൽ തന്നെ പോയതെന്നാണ്. ജ്യോത്സ്യരും കാണൂല, കാരണം ഇവിടെ ക്ലിയർ ആയി പോയിണ്ടാവും. നക്ഷത്രം വെച്ച് സമയം വെച്ച് കൂട്ടിയൊക്കെ വേറെയും കാണും. അത്രയും മഹത്തരമായ ഒരു ശാസ്ത്രത്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങിയത്. ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിന്റെ ഗൗരവം കണക്ക്
സർവശാസ്ത്രങ്ങളും ഈ ശ്രീവിദ്യാ സമ്പ്രദായ പഠനത്തിന്റെ രീതിയിലേക്ക് നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ ക്രമം വന്നു കഴിഞ്ഞാൽ വാസ്തു എണീച്ചിട്ട് രാവിലെ എണീച്ച് ചെയ്യുന്നില്ലേ? ഇന്ദ്രായനോ പ്രച്ഛേദമ, യമായനോ ദക്ഷിണേ നിഷേധമ, വരുണായനോ പ്രതീക്ഷ നിഷേധമ. ആ ശാസ്ത്രം ശ്രീവിദ്യാശാസ്ത്രത്തിനോട് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ, അതിന് കുറച്ചുകൂടി ഡെപ്തിലായി പഠിച്ച് മനസ്സിലാക്കിയാൽ വാസ്തുശാസ്ത്രം മുഴുവനും പഠിച്ച് ഉള്ളിൽ തെളിഞ്ഞു വരും. ഒരു വാസ്തുപരമായിട്ട് എന്തൊക്കെയാണ്, എവിടേക്കാണ്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടേക്ക് കൊണ്ട് ചെല്ലുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. കാരണം നിത്യവും പരിശീലിക്കണേ. ഇന്ദ്രൻ എവിടെയാണ്, യമൻ എവിടെയാണ്, അപ്പൊ എവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്ന് മനസ്സിലാവും. ഗ്രഹനക്ഷത്രാദി ന്യാസങ്ങൾ ചെയ്യുമ്പം അതിനോട് ഒരു ജ്യോത്സ്യൻ ആയിരിക്കുന്ന ആളുകൾ അത് നിർബന്ധമായിട്ട് ചെയ്യണം, പഠിച്ചിരിക്കും. അപ്പോഴാണ് അവൻ അതിന്റെ ഒഴുക്ക് വരിക. കാരണം ഓൾറെഡി ഈ ചൈതന്യവും അറിവും ഉള്ളിലുണ്ട്. ഇങ്ങനെ ഇത്രയും ഡെപ്തിലുള്ള സാധനം വെറുതെ കേട്ടുപോവുകയോ അല്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞ് വെറുതെ കേട്ടുപോവുകയോ ചെയ്യും. നമ്മളെ കൂടെ തന്നെ വർഷങ്ങളായിട്ട് ഈ ക്ലാസ്സിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ആളുകളുണ്ട്. കൂടുതൽ എല്ലാവരും കൂടുതൽ ഇതിനെപ്പറ്റി അറിയുക, പഠിക്കുക. ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. മാധവജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യം നിർബന്ധമായിട്ട് വാങ്ങി വായിക്കണം. ഓരോ പ്രാവശ്യം ഞാനൊക്കെ ആദ്യം വായിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഞാനൊരു 8-10 പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് പുതിയ പുതിയ സാധനങ്ങളാണ് കാണുന്നത്. കാരണം ഗുരുനാഥന്റെ കൂടെ നടന്ന് ജീവിച്ച് ഗുരുനാഥൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ കൂടെ മാധവജി പറഞ്ഞു തരുന്ന കാര്യങ്ങളും കൂടെ വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കൂടുതൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാവരും ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന മാധവജിയുടെ പുസ്തകം വാങ്ങുകയും അത് നിർബന്ധമായിട്ട് വായിക്കുകയും ചെയ്യണം. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, പല പ്രാവശ്യം വായിക്കണം. കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുക. അത് വെറും ഒരു ക്ഷേത്ര ചൈതന്യത്തിന്റെ രഹസ്യം മാത്രമല്ല ഉള്ളത്. ഈ മുഴുവൻ ഇന്നിപ്പോ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നതിന്റെ പിന്നിൽ ഈ പുസ്തകമാണ്. എന്തിനാലും അതെല്ലാവരും വാങ്ങി പറയും. ക്ഷേത്ര ചൈതന്യ രഹസ്യം പി മാധവജി എന്ന് പറഞ്ഞ ആള് സംഘത്തിന്റെ പ്രചാരകനായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഇത് മാതൃഭൂമി ബുക്ക് സ്റ്റാൾ വരെ കിട്ടാനുണ്ട്. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടാണ്ട്. അത് വാങ്ങിച്ചു വായിക്കണം. അതേപോലെ നിർമ്മലാനന്ദ സ്വാമിയുടെ തന്ത്ര എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷില്, അല്ല മലയാളത്തില്. നിർമ്മലാനന്ദ സ്വാമിയുടെയാണേ. തന്ത്ര എന്ന് നെറ്റിലടിച്ചാൽ ആപ്പ് വരിക, അതിന്റെ പിന്നാലെ പോകരുത്. അപ്പം ആ നിർമ്മലാനന്ദ സ്വാമിയുടെ, നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ തന്ത്ര എന്ന് പറയുന്നത് പുസ്തകം, അത് വളരെ ഉപയോഗപ്രദമായിരിക്കുന്ന ഒരു പുസ്തകം. ഇങ്ങനെ എവിടുന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നോ അതൊക്കെ സ്വീകരിക്കുകയും സമ്പ്രദായത്തിൽ മുറുക്കി പിടിക്കുകയും ഗുരുപരമ്പരയെ മുറുക്കി പിടിക്കുകയും ചെയ്തിട്ട് വേണം ഈ യാത്ര. ഗണപതി ഉപാസന തുടങ്ങി മഹാലക്ഷ്മി സമേതനായിരിക്കുന്ന മഹാഗണപതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റാ. ഈ ഗണപതിക്ക് മഹാവിഷ്ണുവിനോട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. മഹാഗണപതിക്ക് ഗണപതിക്ക് ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞ. ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വിഷ്ണുവിന്റെ ശിരസിന്റെ ഭാഗത്ത് മഹാലക്ഷ്മിയാണ്. ഇവിടെ ഗണപതിയെ മഹാലക്ഷ്മിയെയാണ് കൂട്ടിപ്പിടിച്ചത്. ഗണപതി ആരാ? വിഷ്ണുവിന്റെ കാലിന്റെ ഭാഗത്ത് ഭൂമി ദേവിയാണ്. ഭൂമി പൃഥ്വിതത്വമാണ്. പൃഥ്വിതത്വത്തിന്റെ ദേവത ഗണപതിയാണ്.
അപ്പൊ ഗണപതി യുദ്ധത്തിന്റെ തത്വവും വിഷ്ണുവിന്റെ ചൈതന്യവും മഹാലക്ഷ്മിയെയും കൂട്ടിപ്പിടിച്ചിട്ടുള്ള സാധനത്തിനെയാണ് ശ്രീവിദ്യയില് രഹസ്യമായിരിക്കുന്ന മഹാലക്ഷ്മി സമേതനായിരിക്കുന്ന നമ്മുടെ പരമ്പരയിൽ ഒരു ബീജം അതീയമായുള്ള ഈ മഹാമന്ത്രം 444 പ്രാവശ്യമാണ് നിങ്ങളോട് ജീവിക്കാൻ പറഞ്ഞതാണ്. 444ലും കുറെ കാരണമുണ്ട്. 4ന്റെ മൂലാധാരത്തിൽ 4 ദളങ്ങളാണ്. മൂലാധാര ചക്രത്തിന് 4 ദളങ്ങളാണ്. ചതുരം പ്രത്യുതത്തെ സൂചിപ്പിക്കുകയും അതിന് 4 ദളങ്ങളാണ്. അത് കൂടുതൽ അടുത്ത ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് എന്തിനാണ് 444 ജപിക്കേണ്ടത് എന്ന് അടുത്തത് നിങ്ങൾക്ക് വരുന്നത് ഗണപതി തർപ്പണമാണ്. ആ ഗണപതി തർപ്പണം ഗുരുനാഥൻ എടുക്കുന്ന സമയത്ത് 444ന്റെ പ്രാധാന്യവും ഒക്കെ വിശദീകരിച്ച് തരും. അതുകൊണ്ട് ശക്തമായി സാധനം മുന്നോട്ട് കൊണ്ടുപോവുക. വിഷയേട്ടന്റെ കൂടെ നടന്നിട്ട് കിട്ടിയിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തുള്ളൂ. അമ്മച്ചി എന്താ ചോദിച്ചത്? 108ൽ ഒന്നെന്താണെന്നോ? ഒന്നുള്ളൂ, അത് ശുദ്ധ ചൈതന്യമാണ്. രണ്ടില്ല, രണ്ടുണ്ടെന്ന് തോന്നുന്നതാണ്. അത് ഒരു അമല് പണ്ട് പഠിച്ച വേദാന്തത്തിൽ തത്വല്ലത്. പിന്നെ അത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ആ ഒന്നായി തീരലാണ് ശ്രീവിദ്യ. അത് നമുക്ക് കൃഷ്ണ ഉപാസന ഇല്ലേന്ന് അത് ഗുരുവിനോട് ചോദിക്കണം. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ കൃഷ്ണ ഉപാസന കാണാറില്ല. കാരണം കൃഷ്ണൻ തന്നെ ഉപാസിച്ചത് ശ്രീവിദ്യനെ, അതറിയില്ലേ? കുറച്ച് കഴിഞ്ഞാല് കൃഷ്ണൻ മാത്രല്ല, ഗഡ്ഗമാല എടുക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഗഡ്ഗമാല മന്ത്രത്തിൽ ഗഡ്ഗമാല ഉപാസിച്ച് ശ്രീവിദ്യ ഉപാസിച്ച ആളുകളെ പേരും അറിയും. അതില് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും കുബേരനും ഇന്ദ്രനും അഗസ്ത്യനും ദുർവാസാവും ഒക്കെ പറയുന്നൊരു പേര്. ഭഗവാൻ കൃഷ്ണൻ ഉപാസിച്ചത് ശ്രീവിദ്യയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ ഡെപ്തായിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സിവിലൈസേഷന്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചതും കേട്ടറിഞ്ഞതൊക്കെ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഒരു 3500 കൊല്ലം ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ മുതൽക്കുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു 1650 വരെയുള്ള സിവിലൈസേഷനെ കുറിച്ച്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇപ്പൊ നിങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ശരിക്കും അത് ലക്ഷക്കണക്കിന് വർഷം മുന്നേ ശ്രീവിദ്യ സിവിലൈസേഷൻ എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. ലക്ഷക്കണക്കിന് വർഷം മുന്നേ ഒരു സിവിലൈസേഷൻ ആണിത്. ഇതൊരു മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈനോറിറ്റി, അതായത് 150 കോടി ജനങ്ങൾ, 150 കോടി ജനങ്ങളൊന്നും ശ്രീവിദ്യ ചെയ്യുന്നില്ല ഇവിടെ. പക്ഷെ ഈ ശ്രീവിദ്യ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണിത്. നമ്മൾ ചെറിയതല്ല, നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അത് ഗുരുനാഥന്മാരിലൂടെ പടിപടിയായി മുന്നോട്ട് വന്ന് 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 നമ്മളിലേക്ക് എത്ര എന്ന് പറയുന്നത് ആ യോഗമാണത്. നിങ്ങൾക്കത് വ്യക്തമായിട്ടുള്ള യോഗമുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവതി ദേവി ആ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നിർത്തുള്ളൂ. അതാണ് ശ്രീവിദ്യ സിവിലൈസേഷൻ. എല്ലാവരും എന്താ പറയാ, ശ്രീവിദ്യ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ചിന്തയിൽ കൊണ്ടുവന്ന് വളരെ ശക്തമായിട്ട് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും സാധന ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്ത ആഴ്ച മുതൽ ഗുരുനാഥൻ ഉണ്ടാവും ക്ലാസ് എടുക്കാൻ. ഗുരുനാഥനേക്ക് ക്ലാസ് എടുക്കുക. അപ്പോഴത്തേക്ക് ആരെങ്കിലും സാധനം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ആഴ്ചനെ കൊണ്ട് അതൊന്ന് ഉഷാറാക്കി എടുക്കുക. കാരണം നമ്മൾ മോശമാവാൻ പാടില്ല. കാരണം ഗുരു അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത
വിത്താണ് നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്നത്. ആ വിത്ത് പാഴായി പോകാൻ ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതമാണ് ഇതിനു വേണ്ടിയിട്ട്. മറ്റൊരു ചിന്തയില്ലാതെ മുഴുവൻ ജീവിതം ഈ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച മനുഷ്യനാണ്. അത് മാത്രല്ല, നമ്മളെ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ ഒരു ഒരു ഭയങ്കര ഒരു സംഗതികളുണ്ട്. ഒരു ശിഷ്യനായി കഴിഞ്ഞാൽ ആ ശിഷ്യന്റെ പലതും ഗുരു ഏറ്റെടുക്കണം. നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ ഗുരുനാഥന്റെ മനസ്സിൽ നിങ്ങളുണ്ടാവും, ഓരോരുത്തരും ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഉണ്ടെന്ന് ഗുരുനാഥൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഗുരുനാഥന് ഓർക്കുണ്ടാവില്ല. അതെങ്ങനെങ്കിലും പരിഹരിക്കണം ഗുരുനാഥൻ. അത്രയും അറ്റാച്ച്മെന്റ് ആണ് ശിഷ്യന്മാരായിട്ട്, നിങ്ങൾ ഓരോരുത്തരായിട്ടും. പുതിയ ആളുകൾ ഇനി ആയി വരുന്നുള്ളൂ, പഴയ ആളുകൾക്കൊക്കെ അറിയാം അത്. ഒരു ചെറിയൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വിളിക്കും, വിളിച്ചത് അന്വേഷിക്കും. അന്നല്ല, വൈകുന്നേരമായി വീണ്ടും വിളിക്കും, പിറ്റേന്ന് രാവിലെ വീണ്ടും വിളിക്കും. ആ പ്രശ്നം തീരുന്ന വരക്കും ഗുരുനാഥൻ അതിന്റെ പിന്നാലെ ഉണ്ടാവും. അത് മാത്രല്ല, ഒരു ഗുരു ശിഷ്യ ബന്ധം വരുന്ന സമയത്ത് ആ ശിഷ്യന്റെ പ്രാരാബ്ദം കൂടെ ഊർജ തലത്തിലും കൂടെ ഗുരുക്കന്മാർ ഏറ്റെടുക്കണം. കാല് പിടിക്കാൻ വേണ്ടി കാല് നീട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. പിടിക്കേണ്ട കാര്യം ഓരോരുത്തരും അങ്ങോട്ട് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, അപ്പൊ കത്തിപ്പോവും. പക്ഷെ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ സാധന ചെയ്ത് ശുദ്ധനായിരിക്കണം. ആ പൂർണ്ണ ശുദ്ധതയോട് കൂടിയിട്ടേ നമസ്കരിക്കാൻ പാടുള്ളൂ. ഇന്നെ കഴിച്ചിലാക്കി തന്നെ എന്ന് പറഞ്ഞിട്ടില്ല നമസ്കരിക്കേണ്ടത്. ഓക്കെ, നമ്മളെ ഇത് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാല് ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടുമോ എന്നുള്ളൊരു ഭയം ഉണ്ട്. അത് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും പാകപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ദോഷം സംഭവിക്കും. ഇതിന് മറുപടി ഗുരുനാഥൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ദൈവങ്ങളൊന്നും നമ്മളെ ശിക്ഷിക്കില്ല. ഇവിടുത്തെ സെമിറ്റിക് മതങ്ങളാണ് നമ്മൾ പേടിപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്താൽ പാപമാണ്, ഇത് ചെയ്താൽ തെറ്റാണ് എന്ന്. ഹിന്ദു മതത്തിലെ എല്ലാ ദൈവങ്ങളും അഭയവും വരവുമാണ്. ഒരു ദൈവവും നമ്മളെ ശിക്ഷിക്കില്ല. ഗുരു പരമ്പരയെ മുറുക്കി പിടിക്കുക. വാൽമീകി കള്ളനായ വാൽമീകി, രത്നാകരനായ വാൽമീകി എങ്ങനെയാണ് വാൽമീകി ആയതെന്ന്? മര എന്ന് പറഞ്ഞിട്ട് അവസാനം രാമരാമായതാണ്. എന്നിട്ട് മോക്ഷം നേടി, എന്നിട്ട് ആ തെറ്റായ മന്ത്രം ജപിച്ച് ആ തെറ്റ് തന്നാലെ തന്നെ തിരുത്തി വന്ന് ഭാരതത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളുമായിരിക്കുന്ന വേദങ്ങളെ മാതാവായിരിക്കുന്ന ഗായത്രീനെ എടുത്തിട്ട് 24 അക്ഷരങ്ങളായി, ഓരോ അക്ഷരവും ആ ഗായത്രി കൊണ്ട് തുടങ്ങിയിട്ട് എഴുതിയ 24 അധ്യായങ്ങളായിരിക്കുന്ന രാമായണത്തെ ഭാരതത്തിന്റെ മുഴുവൻ ശാസ്ത്രങ്ങളും കഥാരൂപത്തിൽ എഴുതി വെച്ച് വാൽമീകി. എങ്ങനെ? തെറ്റായത് ജപിച്ചു തുടങ്ങി ശരിയായി വന്നിട്ട്. അതുകൊണ്ട് ഒരു ദൈവവും നിങ്ങളെ ശിക്ഷിക്കില്ല. സനാതന ധർമ്മത്തിൽ, ഹിന്ദു ശാസ്ത്രത്തിൽ അങ്ങനൊന്നില്ല. അതൊക്കെ പിന്നെ മറ്റ് സെമിറ്റിക് മതങ്ങളിൽ നിന്ന് പകർന്ന പകർച്ചവ്യാധിയാണ്. ഇത് ശിക്ഷിക്കും എന്ന് നമ്മൾ ഉള്ളിൽ കയറിപ്പോയത്. അപ്പം ധൈര്യമായിട്ട് അനുഷ്ഠിക്കുക, ചെയ്യാം. വാൽമീകിയെ മനസ്സ് കാണുക. അങ്ങനെ തെറ്റുന്നൊരു സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, വാമദേവ ഋഷി പംക്തിച്ചന്ത സദാശിവരുദ്രോദേവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വാമദേവർഷി സദാശിവദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുവേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓർന്നിരിക്കുക, ഈ അധ്യായം തനിക്കും തന്റെ കുടുംബത്തിനും ഹിന്ദു സമൂഹത്തിനും രാഷ്ട്രത്തിനും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഓം ഹരി ഓം.